വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. അപ്പോൾ എല്ലാവരും കൂടെ എന്ത് തീരുമാനിച്ചു? മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൻ മുന്നോട്ട് അവർക്ക് അടുത്തേക്ക് വന്നു. ശ്രദ്ധവനെ മൊത്തമായെന്ന് നോക്കി. അവൻ്റെ ചുണ്ടിൻ്റെ അറ്റം ചെറിയ തൊലി അടർന്ന പോലെ ചുവന്ന നിറത്തിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ കഴുത്തിലുമുണ്ട് ചെറിയൊരു ചുവന്ന നിറം. ശ്രദ്ധയുടെ ഉള്ളം തുടികൊട്ടി. ഇനിയും അതുപോലെ അവനെ ചുംബിക്കാൻ. പക്ഷേ അത് കഴിഞ്ഞുള്ള രംഗങ്ങൾ മനസ്സിലേക്ക് വന്നതും അവളൊന്ന് വിയർത്തു. ശരീരം പിറച്ചു. അത് പുറത്ത് കാണിക്കാതെ അവൾ അങ്ങനെ തന്നെ നിന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ, എങ്ങനെയായാലും ഞങ്ങൾക്ക് വിരോധമില്ല. കാശ് കൊടുത്ത് ഈ കേസ് ഒത്തുതീർപ്പാക്കാനാണെങ്കിൽ അങ്ങനെ, അതല്ല നിനക്ക് ഞങ്ങളുടെ മോളെ മതിയെന്നാണെങ്കിൽ അങ്ങനെ. അയാളൊരു ചിരിയോടെ പറയുമ്പോൾ രുദനും ചിരിച്ചു. ആ ചിരിയെയാണ് വായിക്കേണ്ടത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഒന്നിക്കുന്നതല്ലേ നല്ലത്. ഇവിടെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എല്ലാ അർത്ഥത്തിലും ഒന്നായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എതിരിടയിൽ നിനക്ക് നിന്റെ ഭാര്യയാണ് പ്രശ്നമെങ്കിൽ അതിന് നമുക്ക് വഴി കാണാം. എങ്ങനെ? അവരുടെ വർത്തമാനം കേട്ട് അകത്തേക്ക് വന്ന റോണിയാണെന്ന് ചോദിച്ചത്. അതിപ്പോ നമുക്ക് ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അവൾക്ക് താല്പര്യം അതാണെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ. അല്ലെങ്കിൽ നല്ലൊരു ഭാര്യയാണെങ്കിൽ മറ്റൊരുത്തിയുടെ കൂടെ കിടന്ന ഭർത്താവിനെ സ്വീകരിക്കില്ലല്ലോ. ആ പെൺകുട്ടിയുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു എന്ന തോന്നല് വേണ്ട. ഞങ്ങൾ തന്നെ ആ കുട്ടിക്കൊരു ജീവിതം കൊടുക്കാം, അല്ലേ? ഗൗരി വിഷനെ നോക്കി പറയുമ്പോൾ അയാളൊന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. മറ്റുള്ളവരുടെ കണ്ണുകൾ ചുരുങ്ങി. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഞങ്ങളുടെ മകളെ സ്വീകരിക്കുവാണെങ്കിൽ എൻ്റെ മകൻ ആ കുട്ടിയെ സ്വീകരിക്കും, അല്ലേ ബിബി? പ്രതീക്ഷിക്കാത്ത കാര്യമാണെങ്കിൽ കൂടി ആ പറഞ്ഞത് അവൻക്ക് ബോധിച്ചു. ഇഷ്വ അത്രമേൽ കൊതിയോടെ അവൻ മനസ്സിലൊരുവിട്ടു. എന്നാൽ രുദ്രന്റെ കണ്ണുകൾ ചുവന്നു. മുഖം വലിഞ്ഞു മുറുകി. എല്ലാം സഹിക്കും, പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ കാര്യം മാത്രം അവൻ സഹിക്കില്ല. രുദ്രൻ പാഞ്ഞു ചെന്ന് ഗൗരിയുടെ കഴുത്തിൽ പിടിച്ചുയർത്തി. അവരുടെ അടുത്തേക്ക് വന്ന വിവേകിനെ രുദ്രൻ ചവിട്ടിയെറിഞ്ഞു. അവൻ ആ വലിയ ഹാളിൽ ഉയർന്ന ശബ്ദത്തിൽ നിലത്തേക്ക് ശരീരം അടിച്ചു വീണു. എന്റെ പെണ്ണിന് ഞാൻ ഈ പുന്നാര നായിന്റെ മോന് കൊടുക്കണോന്ന് ഗൗരിക്ക് നേരെ ചീറുമ്പോൾ അവർ അവന്റെ കയ്യിൽ കിടന്ന് വേണ്ടെന്ന് തലയാട്ടി. രുദ്രൻ അവരുടെ കഴുത്തിലെ പിടിവിട്ടതും അവർ നിലത്തേക്ക് വീണുപോയി. അമ്മ എന്തിനാ പെണ്ണിനെ പറയാൻ പോയത്? അല്ലെങ്കിൽ ഇപ്പൊ ഇത് കിട്ടേണ്ടി വരുവോ? ഗൗരിയെ പിടിച്ച് എണീപ്പിക്കുന്നതിനിടയിൽ ശ്രദ്ധ അവരുടെ ചെവിയിൽ പെറുകൊടുത്തു. ഒഴിഞ്ഞു പോകട്ടെ എന്ന് കരുതി. നിനക്ക് കിട്ടില്ല അവനെ. അതങ്ങനെയൊന്നും ഒഴിഞ്ഞു പോകില്ല, അതെനിക്ക് കുറച്ചു മുന്നേ മനസ്സിലായതാ. ഗൗരിക്ക് മറുപടി കൊടുക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ആ ഹോട്ടൽ റൂമിലെ നിമിഷങ്ങളായിരുന്നു. ശ്രദ്ധ തലയൊന്ന് കുടഞ്ഞ് മുന്നിലേക്ക് നോക്കുമ്പോൾ അവൻ വിവേകിനെ ചവിട്ടി കൂട്ടുവാണ്. ഞാൻ നിന്ന നിൽപ്പിൽ അങ്ങ് ഭൂമി പിളന്ന് താഴെ പോയാലും എന്റെ പെണ്ണിനെ നിനക്കൊന്നും നോക്കാൻ കിട്ടില്ലടാ നായേ. പറഞ്ഞുകൊണ്ട് അവന്റെ ശരീരത്തിലേക്ക് അവൻ കാലമർത്തുമ്പോൾ ആരും അവനെ തടഞ്ഞില്ല. നിലത്ത് കിടക്കുന്നവനെ കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെ എന്നൊരു ഭാവമായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. അത്ര കൊണ്ട് അവന്റെ ഉള്ളിലെ പിരിമുറുക്കം. അവസാനം അവന്റെ നെഞ്ചിൽ ആഞ്ഞൊരു ചവിട്ട് കൊടുക്കുമ്പോൾ അവൻ വലിയ ശബ്ദത്തിൽ അലറി കരഞ്ഞുകൊണ്ട് അവിടെ വീണു. രുദ്രൻ അവന്റെ മുടിയിലൊന്ന് കോർത്തു വലിച്ചുകൊണ്ട് സെറ്റിയിലിരുന്നു. നീ ഞങ്ങളെ തല്ലിയിട്ടോ കൊന്നിട്ടോ ഒരു കാര്യമില്ല രുദ്ര. ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആലോചിക്കണം. കള്ളും കുടിച്ച് ബോധമില്ലാതെ ആ ഹോട്ടൽ റൂമിൽ എന്റെ മകളുടെ കൂടെ കിടന്നു മറിയുമ്പോൾ ഈ പറഞ്ഞ ഭാര്യയൊന്നും നിനക്ക് ഓർമ്മ വന്നില്ലേ? വിഷ്ണു അവർക്ക് നേരെ ചീറുമ്പോൾ അവൻ മുഖമുയർത്തി കത്തുന്ന കണ്ണുകളോടെ അയാളെ ഒന്ന് നോക്കി. വിശ്വ, നിന്റെ സംസാരം കേട്ട എന്റെ മകൻ മനഃപൂർവ്വം നിന്റെ മകളെ വിളിച്ചു വരുത്തിയത് പോലെയാണല്ലോ. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിന് പിന്നിൽ ആരുടെ ബുദ്ധിയാണെന്ന്. അതിനെതിരെ പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടുമല്ല, പക്ഷെ ഇപ്പൊ അതിനെതിരെ പലതും ചെയ്തു പോയാ എല്ലാം എന്റെ മകന്റെ തലയിലാവും. അതുകൊണ്ട് ഞങ്ങളത് പിന്നത്തേക്ക് വെക്കുക. മോഹന്റെ വാക്കുകളിലെ ഭീഷണി വിഷ്ണു മനസ്സിലായി, പക്ഷേ വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. തെറ്റും ശരിയും അവിടെ നിൽക്കട്ടെ മഹി. ഇതിനിറങ്ങി തിരിച്ചത് ഞാനാണെങ്കിൽ ഞാൻ എന്റെ മകളത്തിലേക്ക് വലിച്ചിടില്ലായിരുന്നു. ഇതിപ്പോ എന്റെ മകൾക്കല്ലേ നഷ്ടങ്ങൾ സംഭവിച്ചത്. അവളിനി ഈ ലോകം എങ്ങനെ കാണും? ഇതുവരെ കണ്ട പോലെ തന്നെ കാണും. നിങ്ങളുടെ മകൾ വലിയ പുണ്യാളത്തൊന്നും അല്ലല്ലോ, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. അതൊരു രഹസ്യമായ പരസ്യമായിരുന്നു. ഇപ്പൊ രഹസ്യമേ ഇല്ലാതെ പരസ്യമായി, അത്രേ ഉള്ളൂ. റോണി അയാളോട് പറയുമ്പോൾ അയാളൊന്ന് അവനെ നോക്കി. റോണി ഒന്ന് പൂജിച്ചു. എങ്ങനെയാണെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയില്ലേ. ഇനിയും ഇതിന്റെ വല്ല ഭവിഷ്യത്തും ഭാവിയിൽ ഉണ്ടാകുന്ന എന്റെ പേടി. രുദ്രനെ നോക്കി അയാളത് പറയുമ്പോൾ എല്ലാവരും അവനെ നോക്കി. അവൻ തലതാഴ്ത്തി ഇരിക്കുവാണ്. പറയുന്നത് സത്യമല്ലെങ്കിൽ അവൻ പ്രതികരിക്കും. ഇതിപ്പോൾ മിണ്ടാതിരുന്ന് എല്ലാം കേൾക്കണമെന്നുണ്ടെങ്കിൽ ദേവിക്ക് സങ്കടം സഹിക്കുന്നില്ല. മനസ്സിൽ മുഴുവൻ അവളാണ്, തന്റെ പൊന്നുമോൾ. അവൾ എങ്ങനെ സഹിക്കും? അത് മാത്രമായിരുന്നു ദേവിയുടെ പേടി. രുദ്രൻ പെട്ടെന്ന് സെറ്റിയിൽ നിന്നും എഴുതിയിട്ട് ശ്രദ്ധയുടെ നേരെ നടന്നു. അവന്റെ വരവ് കണ്ടതും ഗൗരിയെ പിടിച്ചു നിന്നിരുന്നവൾ പതിയെ അവനെ പിടിവിട്ടു. ഗൗരി സെറ്റിയിലേക്കിരുന്നു. ശ്രദ്ധ അവന്റെ മുഖത്തേക്ക് നോക്കി. രുദ്രൻ അവൾക്ക് മുന്നിലേക്ക് വന്നു നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി.
എന്തൊക്കെ നോക്കി പഠിക്കുന്നത് പോലെ. ശ്രദ്ധയ്ക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ വല്ലതും നടന്നോ? രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. രുദ്രൻ ആ കണ്ണുകളിലേക്ക് നോക്കി എവിടെയെങ്കിലും സത്യമുണ്ടെന്ന് അറിയാം. ശ്രദ്ധ പതിയെ തലകുലുക്കി. പൂർണ്ണമായൊന്നും ഓർമ്മയില്ലെങ്കിലും ഈ എന്തൊക്കെയോ നമ്മൾ തമ്മിൽ നടന്നിട്ടുണ്ട്. എനിക്ക് ബോധം വരുമ്പോൾ മതി പറഞ്ഞു മുഴുവനാക്കാൻ അവൻ സമ്മതിച്ചില്ല. കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് അവൻ വേഗം അവളിൽ നിന്നും തിരിഞ്ഞു നിന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നെഞ്ചിൽ വലിയ ഭാരം എടുത്തു വെച്ച പോലെ, കണ്ണുകൾ നീറി പുകയുന്ന പോലെ. ആ ഒരുവൾ മാത്രമാണ് മനസ്സിൽ. അപ്പൊ ഇനി എന്താ പ്ലാൻ? വിശ്വന്റെ പരിഹാസത്തോടെയുള്ള ചോദ്യം. മോഹൻ പല്ല് കടിച്ചു. ആദ്യപത്ര ചോദിക്കാൻ എന്താ? നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് കൊടുത്ത് ഒതുക്കാം. കേസ് ഒതുക്കാനും മീഡിയയിലും ഇത്തിരി ക്യാഷ് അധികം കൊടുക്കേണ്ടി വരും. പിന്നെ ശ്രദ്ധയ്ക്ക് ഏട്ടൻ്റെ പേരിൽ പരാതി ഒന്നും ഇല്ലാത്തടത്തോളം വലിയ പ്രശ്നമൊന്നുമില്ല. ശ്രദ്ധയ്ക്ക് വല്ല പരാതി ഉണ്ടോ? റോണി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്തോ ഇതുവരെയുള്ള ആവേശമൊന്നും അവളുടെ മുഖത്തില്ല. അവളില്ലെന്ന് തലയാട്ടി. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട്. എൻ്റെ മോളുടെ ജീവിതം തകർന്നില്ലേ? അവളും ഇവനും തമ്മിലുള്ള ബന്ധം എന്താ? അവനക്ക് വേറൊരു ഭാര്യയും ജീവിതമുണ്ട്. അവൻ എന്ത് നെറുകേട് കാണിച്ചാലും അവൻ്റെ പെണ്ണ് ക്ഷമിക്കുമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. അതുവരെ മിണ്ടാതെ നിന്ന് ഗൗരി പിന്നെയും അലറാൻ തുടങ്ങി. രുദ്രൻ ഒന്നും മിണ്ടാതെ സെറ്റിയിൽ തലയിൽ കൈ താങ്ങിയിരിക്കുവാണ്. വയ്യ. അവൻ തളർന്നു. കണ്ണുകൾ മുറുകിയടച്ചു. എന്തൊക്കെയോ അവ്യക്തമായ ചിന്തകൾ അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. രുദ്രൻ എഴുന്നേറ്റ് വാഷ് ബേസിൻ്റെ അടുത്തേക്ക് നടന്നു. പൈപ്പ് തുറന്ന് വെള്ള ശക്തിയിൽ അവൻ്റെ മുഖത്തേക്ക് ആക്കി കഴുകി മുന്നിലെ മിററിലേക്ക് അവൻ നോക്കി. അവൻ്റെ കണ്ണുകൾ അവൻ്റെ ചുണ്ടിൽ തറഞ്ഞു നിന്നു. അവൻ്റെ ചുണ്ടിലെ ചെറിയ ചുവന്ന നിറത്തിലെ മുറിവ് രുദ്രന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി ആ വെള്ളത്തിലൂടെ കലർന്നു. ഇഷ. അവൻ്റെ ചുണ്ടുകൾ പതിയെ മുടിഞ്ഞു. ഹൃദയം നുറങ്ങി രക്തം വരുന്ന പോലൊരു വേദന. അവൻ കണ്ണുകൾ അമർത്തി തുടച്ചു. വേദനിപ്പിക്കാൻ പറഞ്ഞാൽ മാത്രം വേദനിപ്പിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ കടിച്ചു വലിച്ചു നുണയുന്ന അവൻ്റെ ഇഷയുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് വന്നു. അവളുടെ ഗന്ധം, അവളുടെ ഒരേ ഓർമ്മകൾ. രുദ്രൻ കണ്ണുകൾ വലിച്ചു തുറന്നു. അവൻ്റെ ചുണ്ടുകളൊന്ന് വിടർന്നു. ശ്രദ്ധ, നിനക്ക് ഉറപ്പൊന്നുമില്ലല്ലോ നമ്മൾ തമ്മിലൊരു ഫിസിക്കൽ റിലേഷൻ നടന്നെന്ന്? പെട്ടെന്ന് വന്നവൻ അങ്ങനെ ചോദിച്ചതും ഉണ്ടെന്ന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും അവളില്ലെന്ന് തലയാട്ടി. രുദ്രന്റെ ചുണ്ടുകൾ ഒന്നുകൂടെ വിടർന്നു. എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ വല്ലതും നടന്നോന്നല്ലേ? ഒരിക്കലും അവനിൽ നിന്നും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം. ശ്രദ്ധ ശരിക്കും ഞെട്ടി. അവനെ തളർത്താൻ ഇതായിരുന്നൊരു വഴി. പക്ഷേ രുദ്ര, അത് വേണോ? അവരെ റൂമിൽ കണ്ട സാഹചര്യം അതായിരുന്നു കാരണം. എനിക്ക് നല്ല ഉറപ്പുണ്ടച്ചാ, എൻ്റെ ഇഷ്മയെ മറന്ന് ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. അതെനിക്കാവില്ല. അവൻ്റെ വാക്കിൽ വല്ലാത്തൊരു ഉറപ്പും പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. രുദ്രൻ വീണ്ടും ശ്രദ്ധയുടെ മുഖത്തേക്ക് നോക്കി. അവൾ അവനെ തന്നെ നോക്കി നിൽക്കുവാണ്. ശ്രദ്ധ, നിനക്കിതിൽ വല്ല പങ്കുണ്ടോ? രുദ്രൻ ചോദിക്കുമ്പോൾ അവളില്ലെന്ന് തലയാട്ടി. ഉണ്ടാവരുത്. ഇപ്പം ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്നും എനിക്ക് ഈ സമയത്ത് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുന്നില്ല. പക്ഷേ ഇതൊക്കെയൊന്ന് ശാന്തമായ ഞാൻ ഈ നിമിഷം ഒന്നുകൂടെ ചികഞ്ഞു നോക്കും. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം ശ്രദ്ധയുടെ മറുപടി. രുദ്രൻ കടുപ്പത്തിൽ പറയുമ്പോൾ അവൾ അവനെ നോക്കി. പിന്നെ തല താഴ്ത്തി. അവൻ കൊല്ലാതെ കൊല്ലും. അവൾക്ക് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, നമ്മൾ തമ്മിൽ ആ റൂമിൽ പലതും നടന്നോ? വീണ്ടും അവൻ ആ ചോദ്യം തന്നെ ആവർത്തിച്ചു. അവനെ നോക്കാതെ അവൾ തലകുലുക്കി. ഉറപ്പില്ലെങ്കിലും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ കാര്യത്തിൽ വല്ലാത്ത ഉറപ്പുണ്ട്. എനിക്ക് ഏതുറക്കത്തിലും എൻ്റെ പെണ്ണിനെ തിരിച്ചറിയാൻ കഴിയും. അവളുടെ മണം അതെനിക്ക് വേറെ അറിയാം. അത് പറയുമ്പോൾ അവനൊന്ന് ചിരിച്ചു. ശ്രദ്ധ അവൻ്റെ മുഖത്തേക്ക് നോക്കും നിന്നിറക്കി. അവൾക്ക് പേടി തോന്നി, വല്ലാത്ത പേടി. അവൻ്റെ ആത്മവിശ്വാസം അത് നല്ലതല്ല, അതിനെ തകർക്കണം. നിന്റെ പെണ്ണിനെ തിരിച്ചറിയാനും അവളുടെ ഗന്ധം നോക്കുവാനും നീ പറഞ്ഞതുപോലെ നീ ഉറങ്ങിക്കിടക്കുവായിരുന്നില്ല. നല്ല വീര്യമുള്ള ലഹരി അകത്ത് കിടന്ന് മയങ്ങുവായത് നീ അല്ലേ? വിശ്വൻ പറയുമ്പോൾ രുദ്രന്റെ ഭാവം മാറി. പക്ഷെ വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായില്ല. അവനക്ക് വിശ്വാസമുണ്ട്. ഉപബോധം മനസ്സിൽ അവളുണ്ടായിരുന്നു. രുദ്രന്റെ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. കരുതി കൂട്ടി വെച്ച ആത്മധൈര്യമൊക്കെ കയ്യിൽ നിന്നും പോകുന്നത് പോലെ. ഇച്ചാ, തേങ്ങിക്കൊണ്ടുള്ള ശബ്ദം ചെവിയിലേക്ക് പറഞ്ഞതും രുദ്രൻ തടയിൽ നിന്ന് കൈകളെടുത്ത് കണ്ണുകൾ തുറന്ന് തലചരിച്ച് വാതിൽക്കലേക്ക് നോക്കി. അവിടെ അവൻ്റെ ഈശയുണ്ട്. തേങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് മുഖം ചുവന്ന് തുടുത്ത് സങ്കടം മണമൊട്ടി ഒഴുകി അങ്ങനെ നിൽക്കുവാണ്. രുദ്രൻ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റതും ഈശു ഇത്തിരി വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അവളുടെ വയ്യായികൾ അവൾ മറന്നു. രുദ്രനും എല്ലാം മറന്ന് അവളെ നോക്കി കൈവിടത്തി. ദേവി കണ്ണുകൾ തുടിച്ച് അവരെ നോക്കി. ഇപ്പോൾ മനസ്സിനൊരു സമാധാനമുണ്ട്. പക്ഷേ അത് എത്ര നേരത്തേക്ക് നിലനിൽക്കുമെന്ന് അറിയില്ല. ശ്രദ്ധയുടെ കണ്ണുകളും ഗൗരിയുടെ കണ്ണുകളും നിലത്തിരിക്കുന്ന വിവേകന്റെ കണ്ണുകളും വിശ്വന്റെ കണ്ണുകളും ഒക്കെ ആ ഇശുവിലേക്ക് നീണ്ടു. ഒരു വെള്ള നിറത്തിലുള്ള ഓപ്പൺ ടോപ്പാണ് വേഷം. ഒരു ബ്ലാക്ക് പാലാസ്റ്റിയും. ഇങ്ങോട്ട് പോരുമ്പോൾ ടീഷർട്ട് മാറ്റി ടോപ്പ് ഇട്ടതാണ്. കരഞ്ഞ് കരഞ്ഞ് കണ്ണും മുഖമൊക്കെ ചുവന്ന് കലങ്ങിയിട്ടുണ്ട്.
രുദ്രൻ കൈ വിടർത്തിയതും അവൾ അവനെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് അവനെ വരിഞ്ഞു മുറുക്കി. രുദ്രന്റെ കൈകൾ അവളെ തിരിച്ചും പുറന്നതിന് മുമ്പ് തന്നെ അവൾ വേഗത്തിൽ അവളിൽ നിന്നും അകന്നു മാറി. രുദ്രനെ നെറ്റി ചുളിഞ്ഞു. പിന്നെ കാര്യം മനസ്സിലായ പോലെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഈശോന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നതും സങ്കടം തേങ്ങി നിറഞ്ഞ് അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നതും അവൾ തേങ്ങുന്നതും അവൻ വേദനയോടെ നോക്കി. ഈശോ ഒന്നുകൂടെ അവൻ്റെ അടുത്തേക്ക് വന്ന് ഒന്നാഞ്ഞു വലിച്ചു. വല്ലാത്തൊരു ഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. ഇച്ചാ, സങ്കടം കൊണ്ട് തൊണ്ട വരണ്ട ഒരു വിളി. രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. ഈശുവിന്റെ കണ്ണുകൾ ഒഴുകിയിറങ്ങി. ഇഷ, അവളൊരു പൊട്ടിക്കരച്ചിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. സഹിക്കാൻ കഴിയുന്നില്ല. രുദ്രൻ അവളെ മുറുകെ പുടന്നുകൊണ്ട് തിരിഞ്ഞു നിന്നു. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയുന്നില്ല. അവളോട് എന്ത് പറയും? ഒന്നും പറയണ്ട, എല്ലാം മനസ്സിലായി കാണും. അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയ നോട്ടം. രുദ്രൻ വലത്തെ കൈ ഉയർത്തി അവനെ കവളിലൂടെ ഒഴുകിയിറങ്ങി കണ്ണുനീർ തുടച്ചു. കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് അവൾ ഒന്നുകൂടെ പുണർന്നു. യേശു ശ്വാസം പിടിച്ച് വലിച്ച് അവനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. ശ്വാസം വലിച്ച അവൻ്റെ ശരീരത്തിലെ മണം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറും. വയ്യ, അവളുടെ ഇച്ചയുടേതല്ലാത്തൊരു മണം, അല്ലെങ്കിൽ അവളുടെ അല്ലാത്തൊരു മണം അവളുടെ പ്രിയപ്പെട്ടവനിൽ അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നമുക്ക് റൂമിൽ പോവാം. രുദ്രൻ പതി അവളുടെ ചെവിയിൽ പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല. രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടതിന് മുകളിലേക്ക് നടന്നു. പോകുന്ന പോക്കിൽ അവനൊന്നു നിന്നു. അശോക്, ഡോർ ലോക്കാക്കിക്കോ. ഞാൻ വരാതെ ആരെയും പുറത്തേക്ക് വിടണ്ട. അവൻ പറഞ്ഞതും അശോക് നോക്കിയത് വിഷനിയാണ്. ഞെട്ടിയിട്ടുണ്ട്. ചെറുതായി ആ മുഖത്ത് ഭയം നീലച്ചിട്ടുണ്ട്. അശോക് ഒരു ചിരിയോടെ പുറത്തുനിന്ന് ഡോർ അടച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ശ്രദ്ധ തളച്ചിയോടെ സെറ്റിയിലേക്കിരുന്നു. എന്തിനാണോ ഇത് ചെയ്തത് അതും നടന്നില്ല. എല്ലാം ഇതോടെ തീർന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. ഇച്ചാ. രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ മുഖമുയർത്തി നോക്കി. പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു മാറി അവളുടെ വലത്തെ കൈ ഉയർത്തി അവൻ്റെ ചുണ്ടിൽ അമർത്തി തുടച്ചു. തുടച്ചെന്ന് പറഞ്ഞാൽ പോരാ, അവളുടെ കൈ കൊണ്ട് അമർത്തി അമർത്തി തുടച്ചുകൊണ്ടിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഇച്ച, സഹിക്കാൻ പറ്റുന്നില്ല ഇച്ച, ആ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണ് മുഖം അവൻ്റെ നെഞ്ചിലിട്ട് ഇടിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ കഴുത്തിലെ പാട് കണ്ടതും മറ്റൊന്നും ചിന്തിക്കാതെ അതിലവൾ അമർത്തി കടിച്ചു. ഒരു സമല തെറ്റിയ പോലെ. എനിക്ക് പറ്റണില്ല ഇച്ച, ഞാൻ ഇച്ച. അവൻ്റെ നെഞ്ചിൽ അവൾ ശക്തിയിൽ തല്ലിക്കൊണ്ടിരുന്നു. രുദ്രൻ അനങ്ങാതെ നിന്നുകൊണ്ട് കണ്ണുകൾ അമർത്തി അടച്ചു നിന്നു. അവൾക്ക് ദേഷ്യമല്ല, സങ്കടമാണ്. സഹിക്കാൻ പറ്റാത്ത സങ്കടം. ഇച്ച, അവളെന്തെങ്കിലും ചെയ്തു ഇച്ച? അവളൊന്ന് തേങ്ങി. രുദ്രൻ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ നിന്നു. ഈശി കരച്ചിൽ നിർത്തി അവളിൽ നിന്നും അകന്ന് കണ്ണുകൾ അമർത്തി തുടച്ചു. ചെല്ല്, പോയി ഫ്രഷ് ആയിട്ട് വാ, പോ. അവനെ നെഞ്ചിൽ പിടിച്ചുന്തിയതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കരഞ്ഞൊരു പരുവായിട്ടുണ്ട്. രുദ്രൻ വേഗം ഒരു ഷോർട്സ് എടുത്തിട്ട് കൊണ്ട് ബാത്റൂമിൽ കയറി വാതിൽ വലിച്ചടച്ചു. അവൻ്റെ ഉള്ളിലെ സംഘർഷമായിരുന്നു അതിൽ മുഴുവനും. അവൻ പോകുന്നത് നോക്കി ഈശോ ആ ബെഡിലിരുന്നു. കണ്ണുകൾ വീണ്ടും വീണ്ടും നിർത്താതെ ഒഴുകുന്നു. വാശിയിൽ തുടക്കുമ്പോൾ വീണ്ടും വീണ്ടും അവൻ നിറഞ്ഞൊഴുകുന്നു. രുദ്രൻ ബാത്റൂമിൽ കയറി ഇട്ടിരുന്ന ടീഷർട്ട് അടിച്ചു മാറ്റി മിററിന്റെ മുന്നിൽ ചെന്ന് നിന്നു. അവനെ മൊത്തമായി നോക്കിയവൻ. ഇല്ല, മാറ്റങ്ങളൊന്നുമില്ല. അവനും വിഷുവും കൂടി സ്നേഹിച്ച് മതിയാവാത്ത ദിവസങ്ങളിൽ വെള്ളം വീണാൽ ദേഹം മൊത്തം അവനക്ക് സുഖമുള്ള നീറ്റിലുണ്ടാകും. രുദ്രൻ ആ ഓർമ്മയിലൊന്ന് ചിരിച്ചു. ഷവർ ഓണാക്കി അതിനിടയിൽ നിൽക്കുമ്പോഴും അവൻ്റെ ശരീരത്തിൽ എവിടെയും അവനക്ക് വേദനിച്ചില്ല. എവിടെയും ഒരു മാറ്റവും അവനക്ക് തോന്നിയില്ല. രുദ്രൻ കണ്ണുകളടച്ച് കുറച്ചധികം നേരം ആ തണുപ്പിൽ നിന്നു. പല പല ദൃശ്യങ്ങളും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഒരു ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മുട്ടിന് താഴേക്ക് ബെഡിൻ്റെ പുറത്തേക്കിട്ട് അതിൽ മലന്ന് കിടക്കുവാണ് യേശു. രുദ്രൻ കയ്യിലുണ്ടായിരുന്ന ടവല് കൊണ്ട് ഒന്നുകൂടെ തല തുടച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് കിടന്നു. അവൾ രണ്ട് കൈയിലും കോരിയെടുത്തുകൊണ്ട് കുറച്ചുകൂടെ പിന്നിലേക്ക് കിടത്തി. യേശു കണ്ണടച്ച് കിടക്കുവാണ്. രുദ്രൻ അവൻ്റെ മുഖം ഉയർത്തി പതി അവളുടെ ചുണ്ടിലൊന്ന് മുത്തിക്കൊണ്ട് അവളുടെ മാറിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് കമിഴ്ന്ന് കിടന്നു. യേശു കണ്ണ് തുറക്കാതെ തന്നെ അവൻ്റെ മുടിയിലൂടെ തടുക്കിക്കൊണ്ടിരുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല ഈശ. എന്നെ എന്തൊക്കെയോ കുടിപ്പിച്ച് കിടത്തിയാലും ഞാൻ ദിശയല്ലാതെ ആരെങ്കിലും പറഞ്ഞില്ല. അവൻ അവൾ വെച്ച് നിർത്തി മുഖം ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. എല്ലാം കേൾക്കുന്നുണ്ട്. മിണ്ടാതെ കിടക്കുകയാണ്. ആരാവും, എന്തിനാവും? എനിക്ക് നല്ല സങ്കടമായി. ഞാൻ എന്തൊക്കെ ആലോചിച്ച് കൂട്ടിന്ന് അറിയോ? അവൻ്റെ ചോദ്യത്തിന് തേങ്ങിക്കൊണ്ട് മറുപടി പറയുമ്പോൾ രുദ്രൻ അവളുടെ വിറക്കുന്ന ചുണ്ടിൽ അമർത്തി ഒന്ന് മുത്തി. അതൊന്നും ആലോചിച്ച് ഈ കുഞ്ഞിത്തല പുകക്കണ്ട. അതൊക്കെ നിന്റെ ഇച്ഛ നോക്കില്ലേ? പലതും പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇങ്ങനെയൊന്നും കരുതിയില്ല. സാരല്ല, പോട്ടെ. അവനൊന്ന് ചിരിച്ച് ശിവന്റെ മുഖത്തേക്ക് നോക്കി. അവനെ തന്നെ നോക്കി കിടക്കുവാണ്. നോട്ട ചുണ്ടിലേക്കാണ്. അതിലേക്ക് നോക്കുന്തോറും കണ്ണ് നിറയുന്നുണ്ട് അവളുടെ. രുദ്രൻ അവളുടെ മുഖത്തേക്കൊന്ന് ഊതി. ഈശു കണ്ണൊന്ന് അടച്ചു തുറന്നു. ഇഷ, ഇപ്പോഴെങ്ങനെയുണ്ട്? വയ്യായി തോന്നുന്നുണ്ടോ? എവിടെയെങ്കിലും വേദനയുണ്ടോ? അവൾ അതിനില്ലെന്ന് തലയാട്ടിയതും രുദ്രൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. കുറെ ദിവസമായില്ലേ, ഞാൻ എൻ്റെ പെണ്ണിനൊന്ന് സ്നേഹിക്കട്ടെ? രുദ്രൻ സ്വകാര്യം പോലെ ചോദിക്കുമ്പോൾ ഈശോവനെ നനഞ്ഞ മുടിയിലൊന്ന് താലോടി.
രുദ്രൻ അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് നുണഞ്ഞു തുടങ്ങി. ഈശു രണ്ട് കൈകൊണ്ടും അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു.